ജെറമ്യ 37 അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. യഹോയാക്കീമിന്റെ മകനായ കോണിയായിക്ക് പകരം ജോസിയയുടെ മകനായ സെദേക്കിയ രാജ്യഭരണമേറ്റു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറാണ് അവനെ യൂദാ രാജാവാക്കിയത്. എന്നാൽ അവനോ അവന്റെ ദാസരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജെറമ്യ വഴി കർത്താവ് ചെയ്ത വചനം ശ്രവിച്ചില്ല. സെദേക്കിയ രാജാവ് ശെലേമ്യായുടെ പുത്രൻ യെഹൂലിയാക്കിനെയും മാസേയയുടെ പുത്രനും പുരോഹിതനുമായ സെഫാനിയെയും ജെറമ്യ പ്രവാചകന്റെ അടുത്തയച്ച് നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയിച്ചു. അന്ന് ജെറമ്യ ജനത്തിന്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു. അവർ തടവിലാക്കപ്പെട്ടിരുന്നില്ല. ഫറവോയുടെ സൈന്യങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. ജെറുസലേമിനെ ആക്രമിച്ചിരുന്ന കൽദായർ അത് കേട്ട് പിൻവാങ്ങി. അപ്പോൾ ജെറമ്യ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ചെയ്യുന്നു, നിന്റെ ഹിതം ആരായാൻ നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് അയച്ച യൂദാ രാജാവിനോട് പറയുവിൻ, നിങ്ങളെ രക്ഷിക്കാൻ വന്ന ഫറവോയുടെ സൈന്യം തങ്ങളുടെ ദേശമായ ഈജിപ്തിലേക്ക് മടങ്ങും. കൽദായർ തിരിച്ചു വരും. അവർ ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്യും. കർത്താവ് ചെയ്യുന്നു, കൽദായർ നമ്മെ വിട്ടുപോയിക്കൊള്ളുമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട. അവർ ഇവിടം വിട്ടു പോവുകയില്ല. നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായരുടെ സകല സൈന്യത്തെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് വരികയും ചെയ്താലും ആ മുറിവേറ്റ് ഓരോരുത്തരും കൂടാരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഈ നഗരം ചുട്ട് ചാമ്പലാക്കും. ഫറവോയുടെ സൈന്യത്തെ ഭയന്ന കൽദായ സൈന്യം ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജെറമ്യ കുടുംബാംഗങ്ങളുമായി അവകാശം പങ്കുവയ്ക്കാൻ ജെറുസലേമിൽ നിന്ന് ബെഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു. ബെഞ്ചമിൻ കവാടത്തിലെത്തിയപ്പോൾ ഇരിയ എന്നു പേരായ കാവൽ സേന നായകൻ ജെറമ്യയെ തടഞ്ഞു നിർത്തി. ഹനനിയയുടെ മകനായ ശെലേമിയയുടെ മകനാണ് ഇരിയ. നീ കൽദായരുടെ ചേരാൻ പോവുകയാണെന്ന് അവൻ ജെറമ്യയോട് പറഞ്ഞു. അത് നുണയാണ്, ഞാൻ കൽദായരുടെ അടുക്കലേക്ക് പോവുകയില്ല എന്ന് ജെറമ്യ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ഇരിയ അവനെ പിടിച്ച് അധികാരികളുടെ മുമ്പാകെ കൊണ്ടുവന്നു. കുപിതരായ അധികാരികൾ ജെറമ്യയെ പ്രഹരിച്ച് തടവിലിട്ടു. കാര്യവിചാരകനായ ജോനാഥന്റെ വീടാണ് കാരാഗൃഹമായി ഉപയോഗിച്ചിരുന്നത്. കാരാഗൃഹത്തിലെ ഇരുട്ടറയിൽ ജെറമ്യ വളരെ നാൾ കഴിച്ചുകൂട്ടി. സെദേക്കിയ രാജാവ് ജെറമ്യയെ ആളെ അയച്ചു വരുത്തി കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരുളപ്പാടുണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു. ജെറമ്യ പറഞ്ഞു, ഉണ്ട്, നീ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അനന്തരം ജെറമ്യ സെദേക്കിയ രാജാവിനോട് ചോദിച്ചു, നിനക്കോ നിന്റെ ദാസർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ തടവിലിട്ടത്? ബാബിലോൺ രാജാവ് നിനക്കും ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ? ആകയാൽ യജമാനായ രാജാവ് എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ വിനീതമായ യാചന അങ്ങ് സ്വീകരിക്കണമേ. ഞാൻ മരിച്ചു പോകാതിരിക്കാൻ കാര്യവിചാരകനായ ജോനാഥന്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുതേ. ജെറമ്യയെ കാവൽ പുരത്തളത്തിൽ സൂക്ഷിക്കാനും നഗരത്തിലെ അപ്പം തീരുന്നതുവരെ അപ്പക്കാരോട് തെരുവിൽ നിന്ന് ദിവസവും ഓരോ കഷ്ണം അപ്പം കൊടുക്കാനും സെദേക്കിയ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ ജെറമ്യ കാവൽപുരയുടെ തളത്തിൽ വസിച്ചു. ജെറമ്യ 38 അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മത്താന്റെ പുത്രൻ ഷെഫാത്തിയ, പാഷൂറിന്റെ പുത്രൻ ഗദാലിയ, ഷെലേമിയയുടെ പുത്രൻ യാഖാൽ, മൽഖിയയുടെ പുത്രൻ പാഷൂർ എന്നിവർ ജെറമ്യ ജനത്തോട് ഇപ്രകാരം പറഞ്ഞത് കേട്ടു. കർത്താവ് ചെയ്യുന്നു, ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും. എന്നാൽ കൽദായരുടെ അടുക്കിലേക്ക് പോകുന്നവർ ജീവിക്കും. കൊള്ള മുതലായി തീരുന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല. ഈ നഗരം ബാബിലോൺ രാജാവിന്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവനത് കീഴടക്കുകയും ചെയ്യും. കർത്താവ് ചെയ്യുന്നു. അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു, ഇവനെ വധിക്കണം. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യരാക്കുന്നു. ജനത്തിന് നന്മയല്ല, നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. സെദേക്കിയ രാജാവ് പറഞ്ഞു, ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്കെതിരായി യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കുകയില്ലല്ലോ. അവർ ജെറമ്യയെ കാവൽപുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി. രാജകുമാരൻ മൽഖിയയുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി. കിണറ്റിൽ ചെളിയില്ലാത്ത വെള്ളം ഇല്ലാതായിരുന്നു.
ജെറമ്യ ചെളിയിൽ താണു. അവർ ജെറമ്യായെ കിണറ്റിൽ താഴെ എന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്യോപ്യക്കാരനായ എബേദെമെലേക്ക് എന്ന ഷണ്ടൻ കേട്ടു. രാജാവ് ബെഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. എബെദ്മെലേക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, യജമാനനായ രാജാവെ, ജെറമ്യായെ കിണറ്റിൽ താഴ്ത്തിയ ഇവർ തിന്മ ചെയ്തിരിക്കുന്നു. അവൻ അവിടെ കിടന്ന് വിശന്നു മരിക്കും. നഗരത്തിൽ അപ്പം തീർന്നു പോയിരിക്കുന്നു. രാജാവ് എത്യോപ്യക്കാരനായ എബെദ്മെലേക്കിനോട് കൽപ്പിച്ചു, നീ ഇവിടെ നിന്ന് 3 പേരെയും കൂട്ടിക്കൊണ്ട് ജെറമ്യ പ്രവാചകനെ മരിക്കുന്ന മുമ്പ് കിണറ്റിൽ നിന്ന് കയറ്റുക. അതനുസരിച്ച് എബെദ്മെലേക്ക് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴന്തുണികളെടുത്ത് ജെറമ്യായ്ക്ക് കിണറ്റിലേക്ക് കയറുവഴി ഇറക്കി കൊടുത്തു. ഈ പഴന്തുണികൾ കക്ഷത്തിൽ വെച്ച് അതിനു പുറമെ കയറിടുക എന്ന് അവൻ ജെറമ്യായോട് പറഞ്ഞു. ജെറമ്യ അങ്ങനെ ചെയ്തു. അവർ ജെറമ്യായെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി. ജെറമ്യ കാവൽ പുരത്തളത്തിൽ വാസം തുടർന്നു. സിദെക്കിയ രാജാവ് കർത്താവിന്റെ ആലയത്തിൽ 3-ാം കവാടത്തിലേക്ക് ജെറമ്യ പ്രവാചകനെ ആളെ അയച്ചു വരുത്തി. ഞാൻ നിന്നോടൊന്ന് ചോദിക്കാം, ഒന്നും മറച്ചു വയ്ക്കരുതെന്ന് പറഞ്ഞു. ജെറമ്യ സിദെക്കിയയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ? എൻ്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല. അപ്പോൾ സിദെക്കിയ രാജാവ് ജെറമ്യയോട് രഹസ്യമായി ശബ്ദം ചെയ്തു പറഞ്ഞു, നമുക്ക് ജീവൻ നൽകിയ കർത്താവാണേ, ഞാൻ നിന്നെ വധിക്കുകയോ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല. അപ്പോൾ ജെറമ്യ സിദെക്കിയയോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർക്ക് നീ കീഴ്പ്പെടുത്തിയാണെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെടും. നഗരം അഗ്നിക്കിരയാവുകയില്ല. നീയും നിന്റെ കുടുംബവും ജീവിക്കും. എന്നാൽ നീ ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽദാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അത് ചുട്ടു ചാമ്പലാക്കും. അവരുടെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല. സിദെക്കിയ രാജാവ് ജെറമ്യയോട് പറഞ്ഞു, കൽദായർ തങ്ങളുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന യഹൂദരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവരെന്നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ജെറമ്യ പറഞ്ഞു, നിന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. നിനക്ക് ശുഭം ഭവിക്കും. നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. എന്നാൽ നീ കീഴടങ്ങാൻ വിസമ്മതിച്ചാൽ ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യൂദാ രാജാവിന്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും. നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു. അവർ നിന്നെ തോൽപ്പിച്ചു. നിന്റെ കാൽ ചെടിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്നവർ പറയും. നിന്റെ ഭാര്യമാരും മക്കളെല്ലാവരും കൽദാരുടെ അടുക്കിലേക്ക് ആനയിക്കപ്പെടും. നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ബാബിലോൺ രാജാവിന്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും. ഈ നഗരം അഗ്നിക്കിരയാവുകയും ചെയ്യും. സിദെക്കിയ ജെറമ്യയോട് പറഞ്ഞു, ഇക്കാര്യം ആരും അറിയരുത്. എന്നാൽ നീ മരിക്കുകയില്ല. ഞാൻ നിന്നോട് സംസാരിച്ചുവെന്നറിഞ്ഞ് പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്തു പറഞ്ഞു, രാജാവ് നിന്നോട് എന്തു പറഞ്ഞു, ഒന്നും മറച്ചു വയ്ക്കരുത്. എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ ജോനാഥന്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുതെന്ന് രാജസന്നദ്ധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്ന് അവരോട് പറയണം. പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി ജെറമ്യയെ ചോദ്യം ചെയ്തു. രാജാവ് തന്നോട് കൽപ്പിച്ചതുപോലെ ജെറമ്യ അവരോട് പറഞ്ഞു. അവർ അവനെ വിട്ടുപോയി. എന്തെന്നാൽ രാജാവ് നടത്തിയ സംഭാഷണം മറ്റാരും കേട്ടിരുന്നില്ല. ജെറുസലേം പിടിച്ചടക്കപ്പെട്ട നാൾ വരെ ജെറമ്യ കാവൽപുരത്തളത്തിൽ വസിച്ചു.